തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലുള്ള കൂടിക്കാഴ്ച മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കൂടിക്കാഴ്ച കൊടുക്കുന്നത് അല്ലാതെ അതുവഴി പോകുമ്പോൾ അല്ലല്ല പറയാം. ഞാൻ ഇ പി വിളിച്ചു. ഇ പി ഫോൺ എടുക്കാണ്ട് വന്നു. അവിടെ റേഞ്ചിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഏറ്റവും ടോപ്പ് ഫ്ലോർ ആണെങ്കിൽ റേഞ്ച് കിട്ടൂല അവിടെ. കാരണം ആ ബിൽഡിങ്ങും എയർപോർട്ടുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇത്തിരി റേഞ്ച് പ്രശ്നമുണ്ട്. എന്നെ രാജുവിനെ വിളിച്ചു. അപ്പോൾ രാജു പറഞ്ഞ അച്ഛൻ ഇവിടെ ഉണ്ട്, എൻ്റെ മകൻ കുട്ടിയുടെ തലേ ദിവസവും രാജുവിനെ ഞാൻ വിളിച്ചിരുന്നു. അച്ഛൻ ഉണ്ടാവും അവിടെ എന്നറിയാൻ. കാരണം AK സെന്ററിന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ പോകാൻ പറ്റൂല. കാരണം അവിടെ റിസപ്ഷൻ ഉണ്ട്. അവിടെ റിസപ്ഷൻ നോട്ട് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. ലിഫ്റ്റ് കയറണമെങ്കിൽ അവിടെ ആക്സസ് വേണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ലിഫ്റ്റിന് ആക്സസ് ഉണ്ട്. പക്ഷെ ആക്സസ് ആക്സസ് ഓപ്പൺ ആക്കി കാരണം ഞങ്ങൾക്ക് ലിഫ്റ്റ് ഓൺ ചെയ്യാൻ പറ്റും. ഇവിടെ ആക്സസ് വേണം. ആരുടെ ഫ്ലോറിലേക്കാണോ അവർ ആക്സസ് ചെയ്താലേ. പക്ഷെ ഇത് ആക്സസ് ഓപ്പൺ ആക്കി തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഞാൻ ഇ പി വിളിച്ചു പറഞ്ഞു, എന്റെ കൂടെ ഒരു സർപ്രൈസ് ഉണ്ട്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സർപ്രൈസ് എന്ന് പറഞ്ഞു. എന്നാ വരാൻ പറഞ്ഞു. കാര്യം പറഞ്ഞിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്ട്രേഞ്ചർ ആണെങ്കിൽ ആ വാതിലിന് മാജിക്കായി ഉണ്ട്. അതിൽ കൂടി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് ജഗതി പറഞ്ഞിട്ട് ഡോർ തുറന്ന് ഞങ്ങളത് കയറി ഇരുന്നു. പിന്നെ ജാവദേക്കർ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ടക്കടക്കയെന്നാ. ജാവദേക്കർ ഭയങ്കര സ്പീഡ്. ജാവദേക്കർ മൊത്തം കേരളം പിടിക്കാൻ ഇറങ്ങിയേക്കല്ലേ. ജാവദേക്കർ തുടങ്ങി. ജാവദേക്കർ ഐപാഡ് എടുത്തിട്ട് ഇങ്ങനെ സുധാകരന്റെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്, സുധാകരൻ ഈസ് ചീറ്റിംഗ്, ലൂസിംഗ് സുധാകരൻ, രമേശ് ചെന്നിത്തല ലൂസിംഗ്, മുരളി ലൂസിംഗ്, ശോഭ ത്രൂ കുഞ്ഞാലിക്കുട്ടി, നത്തിങ് ഈസ് ഹാപ്പൻഡ് ഇങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ജാവദേക്കർ പറഞ്ഞ് ആ സമയത്താണ് വൈദേഹത്തിനെതിരെ ED പെറ്റീഷൻ കിടപ്പുണ്ട്. അത് ജാവദേക്കർ എവിടെ നിന്ന് കോപ്പി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊരു മാർക്കിംഗ് ഒക്കെ കാണാം. ഫോട്ടോസ്റ്റാറ്റ് എടുത്തേക്കണത് ജാവദേക്കർ എടുത്ത് സം പെറ്റീഷൻ ഒക്കെ ഷ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇ പി ചൂടായി. ഇ പി അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞു, ദാറ്റ് പെറ്റീഷൻ വാട്ട് എവർ യു പ്രൊസീഡ് ഐ എം നോട്ട് ബോധേഡ്. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു, ജാവദേക്കർജി ഈ കേസിൽ EDക്ക് കേസ് എടുക്കാൻ പറ്റൂല. കാരണം ഇൻകം ടാക്സ് വെരിഫിക്കേഷനേ നടത്തിയിട്ടുള്ളൂ. ലോക്കൽ പോലീസിന്റെ എഫ്ഐആർ ഇല്ല, CBI എഫ്ഐആർ ഇല്ല. പിന്നെ എങ്ങനെ ECR രജിസ്റ്റർ ചെയ്യുന്നു ചോദിച്ചാൽ. അതിനുശേഷം ഇൻകം ടാക്സ് അവരൊരു ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ED ECIR ഇട്ടുണ്ട്. അതിനകത്ത് അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം 3.5 കോടി കൊണ്ടുവന്നു. രമേശ് എന്ന് പറഞ്ഞ് ഇപ്പൊ പാലം വലിച്ചൊരു ഡയറക്ടർ ഉണ്ട്. അയാളും അയാളുടെ മകളും ഈ അഷ്റഫ് കൊണ്ടുവന്ന പണം അവരുടെ ഷെയറാക്കി. അത് 1 കോടി രൂപ സംബന്ധിക്കും. രമേശും ഫിദ രമേശും ഈ 3.5 കോടി രൂപ അദ്ദേഹം ക്യാഷ് കൊണ്ടുവന്നിട്ട് ഇവിടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് മാറ്റിയേക്കണം. അതാണ് അതിനകത്ത് ED ക്വസ്റ്റൻ ഉള്ളൂ. പിന്നെ അങ്ങനെ ED പിടിക്കാൻ ഞാൻ ED ന്യായീകരിക്കൊന്നുമില്ല. അയാൾ പറഞ്ഞത് ഞാൻ തട്ടിപ്പുകാരനാന്ന് വെച്ചാണ് കഴിഞ്ഞ ദിവസം. ഇല്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഞാൻ തട്ടിപ്പുകാരനാണ്. ഞാനൊരു തട്ടിപ്പും ചെയ്തിട്ടില്ല, മനസ്സിലായ. പക്ഷെ പുറത്താക്കൂലെന്ന് എനിക്കറിയാം. പുറത്താക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. കാരണം ഈ ഡയലോഗിന് ശേഷം അദ്ദേഹം പാർട്ടി മീറ്റിംഗിലാണ് പോയത്. അദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായി കൃത്യമായും പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള മുഴുവൻ ഫോളോപ്പും ഞാനും ജാവദേക്കറും തമ്മിലായിരുന്നു. ജാവദേക്കർ ഏക ഡിമാൻഡ് എന്താണ്? ഞങ്ങൾക്ക് തൃശ്ശൂർ ജയിക്കണം, സുരേഷ് ഗോപിക്ക് എങ്ങനെ നേടണം. ഇത് ഞങ്ങളുടെ മിഷനാണ്. ഈ മിഷൻ എനിക്ക് ഡയറക്റ്റാണ് വന്നിരിക്കുന്നത്. ഈ മിഷന് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾ അവിടെ CPI കാൻഡിഡേറ്റിനെ മാറ്റി മറ്റൊരു കാൻഡിഡേറ്റിനെ ഇറക്കി. എന്ത് ധാരണയ്ക്ക് നമ്മൾ തയ്യാറാണ്. SNC ലെവലിൽ കൺസീഡ് ചെയ്യാനും. അപ്പൊ ഈ SNC ലെവലിൽ കൺസീഡ് ചെയ്യാന്ന് ജാവദേക്കർ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു തുണ്ടു പേപ്പർ എഴുതിയപ്പോൾ അതിനകത്ത് SP രാജു അഡീഷണൽ സോളിസിറ്റർ ജനറൽ മൊബൈൽ നമ്പറുണ്ട്. മൊബൈൽ നമ്പർ എനിക്കറിയാം. അപ്പൊ ജാവദേക്കർ സ്റ്റഡി ചെയ്തിട്ടാണ് വന്നേക്കണം എല്ലാം. അതല്ല EPയുടെ പെറ്റീഷൻ ED ഡയറക്ടർക്ക് കിട്ടി മാർക്ക് ചെയ്ത് സീലടിക്കൂല ഒരു ഓഫീസിൽ കിട്ടിയ ഡെസ്പാച്ച് നമ്പർ. അതാണ് ജാവദേക്കറുടെ കയ്യിൽ ഇരുന്നിരുന്നത്. ജാവദേക്കർ പ്ലാൻ ചെയ്ത് തന്നെ വന്നത്. എനിക്ക് ഇത്രയും പ്രിപ്പയർ ആണെന്നറിയില്ല. അന്ന് രാവിലെ ജാവദേക്കർ മന്നതിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തെത്തി. ജാവദേക്കർ കൊച്ചി ട്രിവാൻഡ്രം ഫ്ലൈറ്റിലാണ് വന്നത്. അന്ന് ജാവദേക്കർ CMനെ കണ്ടിരുന്ന എയർപോർട്ടിൽ വെച്ച്. എന്ന് വെച്ചാൽ സംസാരിച്ചെന്നല്ല, ജാവദേക്കർ ഇടിച്ചു കയറും. അന്ന് CMന് രാജൻ മിനിസ്റ്ററും ആ ഫ്ലൈറ്റിലുണ്ട്. CM അവിടെ ലോഞ്ച് ചെയ്ത് ജാവദേക്കർ കയറി അടി ചെയ്ത് കണ്ട് CM ഹൗ ആർ യു എന്ന് പറഞ്ഞ് സംസാരിച്ചു. സ്വാഭാവികമല്ലേ. അന്ന് ആ ഫ്ലൈറ്റിലുണ്ട് CM. കാരണം ഞാൻ ആ ഫ്ലൈറ്റിന് സീറ്റ് എടുത്തപ്പോൾ എനിക്ക് 19 ആൽഫ കിട്ടി. 20 ആൽഫ VIP എന്ന് കണ്ട് ആരാന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ CM എന്ന് പറഞ്ഞ് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ പാവഭാരം ചുമക്കട്ടല്ല എന്നോർത്ത്. അതാണ് ഞാൻ ഇത് പറയാൻ കാര്യം. എനിക്ക് 19 ആൽഫ 20 സീറ്റേ ഉള്ളു. 20 ആർക്കാന്ന് ചോദിച്ചാൽ CMന് അനിലും കാണിച്ചേക്കണ്. മനസ്സിലായി. X മാർക്ക് VIP സെക്യൂരിറ്റി എക്സംപ്റ്റഡ് എന്നിട്ടേക്കണ്. അതുകൊണ്ട് കാരണം അത് VIP ആയതുകൊണ്ട്. അപ്പം നമ്മൾ അന്വേഷിച്ച് IB-കാരോട് ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചപ്പോൾ നാളെ CM മൂവി ഉണ്ട് കണ്ണൂരിൽ നിന്ന് വന്നിട്ട്. കണ്ണൂരിൽ നിന്ന് CM കുറച്ച് നേരം ലോഞ്ച് ഇരിക്കും, അതിനുശേഷം പോകുള്ളെന്ന് പറഞ്ഞു. അതോ മെഡിസിൻ കഴിക്കാനായിട്ട് ജാവദേക്കറോട് വെച്ചുകൊണ്ട് രാജൻ മിനിസ്റ്റർ പോയി കളഞ്ഞു. കാരണം ഇനി പന്തി കേടാവണ്ടെന്ന് ഓർത്ത്. അപ്പോൾ എന്താ തെറ്റ്? EP കണ്ടതിനല്ല തെറ്റ്, എൻ്റെ കൂടെ കൂടിയതിനാണ് തെറ്റ്.
അല്ല, എന്നോട് ബന്ധം വേർപെടുത്താം, ബന്ധവുമില്ല. ഞങ്ങൾ തമ്മിൽ ആ 25-ാം തീയതി വിളിക്കുന്നതിനിടയിൽ കുറെ ഗ്യാപ്പ് വന്നു. ഞങ്ങൾ വിളിക്കാറില്ല അദ്ദേഹത്തെ. കാരണം അദ്ദേഹത്തെ ഞാൻ വിളിക്കാണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പാർട്ടി പ്രവർത്തനം നിർത്തുക, 73 വൈദേഹം നല്ല രീതിയിൽ നടത്തിയ നല്ല ഇൻകോണ്. ഞാൻ പറയും ബെസ്റ്റ് പണി അതാണ്, നീ നിർത്ത്, കുറേ കാലമായില്ലേ എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. ഞാൻ തന്നെ സംസാരിച്ചു, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സംസാരം ഉണ്ടായി. എൻ്റെ സാന്നിധ്യത്തിൽ ഒരാൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായതാണ്. അപ്പോൾ ഇപിക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു എൻ്റെ പേര് ഷെയർ എടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പി പറഞ്ഞു പറ്റൂല, നിങ്ങളുടെ പേര് ഷെയർ എടുത്താൽ അതിൻ്റെ സ്ഥിതി അറിയാമല്ല. മനസ്സിലായ? ആ നിലയ്ക്കുള്ള ഡിസ്കഷനുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഗ്യാപ്പ് വന്നു. പിന്നെ ഞാൻ വിളിക്കുന്നത് 25-ാം തീയതിയാണ് അദ്ദേഹത്തെ. കുറേ കാലമായിട്ട് ഞങ്ങൾ സംസാരിക്കാറില്ല. ഇതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം.